നമസ്കാരം. ഹീലിംഗ് എന്താണ് ഹീലിംഗ്? സോ ഇതിനെക്കുറിച്ച് പല ആൾക്കാരും കേട്ട് കാണും, ചില ആൾക്കാർ ആദ്യമായിട്ട് കേക്ക് കാണും. എന്തായാലും രണ്ട് ആൾക്കാർക്കും കുഴപ്പമില്ല. ഞാൻ എൻ്റെ രീതിയിൽ എന്താണ് ഹീലിംഗ് എന്ന് ഈ വീഡിയോയിൽ ചെറുതായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. സോ അതിന് മുമ്പ് എന്നെ ഫസ്റ്റ് ടൈം കാണുന്നതാണെങ്കിൽ എൻ്റെ പേര് സുബീഷ് മേനോൻ. ഞാനൊരു ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ പേഴ്സണൽ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ടോപ്പിക്സ് ഷെയർ ചെയ്യുകയാണ്. അതുകൂടാതെ എൻ്റെ കമ്മ്യൂണിറ്റിയിലെ ഭാഗമാകണം, ഞാൻ ചെയ്യുന്ന കോഴ്സുകളിലെ ഭാഗമാകണം എന്നൊക്കെ താല്പര്യമുള്ളവർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഭാഗമാകാം. എന്നിട്ട് എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതുകൂടാതെ ഞാൻ എഴുതിയ 2 ബുക്കുകളുടെ ലിങ്കും താഴെയുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടോപ്പിക്സിൽ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ടോപ്പിക്സും കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ കമൻസിലായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിൽ ചോദിക്കാം, support@subishmenon.com. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴെയുണ്ട്. ഓക്കെ. സോ ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്, ഈ വീഡിയോയുടെ ടോപ്പിക് എന്താണ്? ഹീലിംഗ്. എന്താണ് ഹീലിംഗ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ പല ലെവൽസ് ഓഫ് ഹീലിങ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ പല ടൈപ്സ് ഓഫ് ഹീലിങ്സ് ഉണ്ട്. ഓക്കെ. സോ പല ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ നമ്മൾ ബോഡി ഹീലിംഗ് എന്ന് പറയും. അതായത് നമ്മുടെ നമുക്കൊരു അസുഖം വന്നു, ആ അസുഖം വന്ന് നമ്മൾ ആ അസുഖം നിന്ന് മാറുമ്പോൾ അത് ഹീലാണ്. ആക്ച്വലി നമ്മൾ അസുഖം മാറി എന്ന് പറയുകയാണെങ്കിലും അതൊരു ഹീലിംഗ് ആണ്. ഓക്കെ, ഒരു രീതിയിൽ പറഞ്ഞാൽ ഹീലിംഗ് ആണ്. അത് കൂടാതെ നമ്മുടെ മൈൻഡ് ഹീലിംഗ്, മെൻ്റൽ ഹീലിംഗ് ഉണ്ട്. ആൻഡ് ദെൻ നമുക്ക് സോൾ ലെവൽ ഹീലിംഗ് ഉണ്ട്. ഇത് 3 ടൈപ്സ് ഓഫ് ഹീലിംഗ് ആണ്. ഓക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾ ലെവൽ നമുക്ക് ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പവർഫുൾ. അത് നമ്മുടെ മൈൻഡും ബോഡിയെയും ഓട്ടോമാറ്റിക്കായി ഹീലായിക്കോളും. അതുമാതിരി നമ്മുടെ മൈൻഡ് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഡിസീസ് ഹീലാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പല ഡിസീസിൻ്റെയും കാരണം നമ്മുടെ മൈൻഡിൽ കിടക്കേണ്ടത് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ മൈൻഡിൽ പല പ്രോബ്ലംസും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ പല രീതിയിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പറയും ക്യാൻസറിൻ്റെ എക്സാമ്പിൾ പറയും. ക്യാൻസർ പല ആൾക്കാർക്കും എവിടെ വെച്ചാൽ ത്രോട്ടിൽ വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ സംസാരിക്കാനുള്ളൊരു മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ബ്ലോക്ക് വരിക. അങ്ങനെ പല അസുഖങ്ങളും ഉണ്ട്. അപ്പോൾ ആർത്രൈറ്റിസിനൊരു കാരണമുണ്ട്. അങ്ങനെ പല അസുഖങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു മെൻ്റൽ റീസൺ ഉണ്ട്. സോ മൈൻഡ് ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് പല സമയത്ത് നമ്മൾക്ക് പല അസുഖങ്ങളും നമ്മൾ മൈൻഡ് ഹീലിംഗ് അല്ലെങ്കിൽ എനർജി ഹീലിംഗ് വഴി നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. സോ എനർജി ഹീലിംഗ് ഉദ്ദേശിക്കുന്നത് സോൾ ഹീലിംഗ് ആണ്, ദെൻ മൈൻഡ് ഹീലിംഗ്, ആൻഡ് ദെൻ യു ഹാവ് ബോഡി ഹീലിംഗ്. സോ ബേസിക്കലി ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീലിംഗ് ആണ്. ഓക്കെ. ആൻഡ് ദെൻ സെക്കൻഡ് പറയാൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹീലിംഗ്സ് ഉണ്ട്. അതായത് ബേസിക് ഹീലിംഗ് ഉണ്ട്, അഡ്വാൻസ്ഡ് ഹീലിംഗ് ഉണ്ട്, ആൻഡ് ദെൻ യു ഹാവ് എന്താ പറയുക അതിനെ സൂപ്പർ അഡ്വാൻസ്ഡ് ഹീലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 3 ടൈപ്സ് ഓഫ് ഹീലിംഗ്സ് ഉണ്ട്. ഓക്കെ. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകണം നമുക്ക് എന്താണ് ഒരു ബേസിക് ഐഡിയ. ഇനി വെറും വീഡിയോസിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. പല ടെക്നിക്സും പറഞ്ഞുതരാം. പല ടെക്നിക്സ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. സോ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി നമ്മുടെ ബോഡി എടുത്ത് നമ്മുടെ ഒരു ഹ്യൂമൻ ബീങ്സ് സ്പിരിച്വൽ ബീങ്സ് വിത്ത് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ് അല്ലേ. സോ നമുക്ക് ബോഡി ലെവൽ, മൈൻഡ് ലെവൽ, സോൾ ലെവൽ ഹീലിംഗ് ഉണ്ട്. ഓക്കെ. സോൾസ് ഉണ്ട് അല്ലേ. മൈൻഡ്, ബോഡി, സോൾ 3 ഉണ്ട്. സോ ഇതിനെ 3 നമ്മൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും എപ്പോഴാണ് ഹീലിംഗ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ ലോകത്തിൽ എത്രയോ ആൾക്കാരുണ്ട് അല്ലേ. ആൾക്കാർക്ക് എല്ലാവർക്കും ഹീലിങ്ങോട് താല്പര്യമില്ല. ഓക്കെ. സോ ദർ ഇസ് എ ടൈം വെയർ യു വിൽ ബി പുഷ് ടു ഹീലിംഗ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീലിങ്ങിനോട് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വേർഡ് കാണുമ്പോൾ എന്തോ നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ പ്രോബ്ലി യു ആർ റെഡി ഫോർ ഹീലിംഗ്. കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രോബ്ലംസും കാണും, പക്ഷേ നിങ്ങൾക്കത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. പല ടെക്നിക്സൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ നിങ്ങൾക്കപ്പോൾ ഹീലിങ്ങിലോട്ട് സ്റ്റിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ റൈറ്റ് ഹീലിംഗ് മെത്തേഡ് എത്തിയിട്ടുണ്ടാകില്ല എന്നുള്ളൂ, പക്ഷേ നിങ്ങൾ ഹീലിംഗ് ആയിരിക്കും. സോ അതുകൊണ്ട് അതൊരു ടൈമുണ്ട്. ആ ടൈം നമുക്ക് ഉള്ളിൽ തോന്നും. ഓക്കെ. വി ഫീൽ ദാറ്റ് അട്രാക്ഷൻ ടുവേർഡ്സ് ഇറ്റ്. സോ അപ്പോഴാണ് നമ്മൾ റെഡി. അതിന് മുമ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എഫക്റ്റ് ആകണമെന്നില്ല. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ഹാവ് അതർ അഡ്വേഴ്സ് എഫക്റ്റ്. സോ നമുക്ക് റെഡിയായി നമുക്ക് തോന്നും എനിക്ക് ഹീൽ ചെയ്യണം, ഐ നീഡ് ടു ബി ഹീൽഡ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഹീൽ ചെയ്യേണ്ടത്.
അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് പല ആൾക്കാരും അവിടെയാണ് പല ആൾക്കാർക്കും ബ്ലോക്ക് സംഭവിക്കുന്നത്. അതായത് അവർക്കറിയാം അവർക്ക് ഹീൽ ചെയ്യാൻ എന്തോ ഉണ്ട്, പക്ഷേ എന്താണ് ഹീൽ ചെയ്യേണ്ടത് എന്നറിയില്ല. അതിനാണ് നമുക്കൊരു സെൽഫ് അനാലിസിസ് ചെയ്യണം. അതിന് പല ടെക്നീക്സും ഉണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു August 19 ഈ വരുന്ന ഞാൻ കോഴ്സ് നടത്തുന്നുണ്ട്, ഹീലിംഗ് യുവർ സെൽഫ് എന്നൊരു കോഴ്സ്. അതിൽ നമ്മളെ പാസ്റ്റിൽ പോയിട്ട് നമുക്ക് എന്താണ് ഹീൽ ചെയ്യേണ്ടത്, നമ്മൾ ശരിക്കും നമ്മുടെ ബ്ലോക്ക്സ് എന്താണ്, നമ്മൾ ബ്ലോക്ക്സിനാണ് ഹീൽ ചെയ്യേണ്ടത്. ആ ബ്ലോക്ക്സ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ പറ്റാത്തത്, ആ ബ്ലോക്ക്സ് കാരണമാണ്. അതെന്താണെന്ന് കണ്ടുപിടിച്ച് അത് നമ്മൾ ഹീൽ ചെയ്യാണ് ഞാൻ ചെയ്യുന്ന ഒരു കോഴ്സ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താണ് ഹീൽ, നമ്മൾ സ്പെസിഫിക് ആയിരിക്കണം. അതിന് പല ടെക്നീക്സും ഉണ്ട്. അപ്പോൾ അത് ഞാൻ വരും വീഡിയോയിൽ ഞാൻ അത് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളത് ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് യു നീഡ് ടു ഹീൽ. ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ഹീൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ പക്ഷേ ഏതെങ്കിലും ഒന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും നിങ്ങളെ ബോദർ ചെയ്യണ ഏറ്റവും വലിയ ബ്ലോക്ക് നിങ്ങൾക്ക് തോന്നുന്നത് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് സെക്കൻഡ്. ഇനി മൂന്നാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ റൈറ്റ് ഹീലിംഗ് മെത്തേഡ്. കാരണം പല ഹീലിംഗ് മെത്തേഡ് ഉണ്ട്. ഹോപ്പനോപ്പന ഒന്നാണ്, അതുകൂടാതെ റീക്കി ഉണ്ട്, ദെൻ നോർമൽ എനർജി ലൈറ്റ് ഹീലിംഗ് ഉണ്ട്, സൗണ്ട് ഹീലിംഗ് ഉണ്ട്, പല ഹീലിങ്സും ഉണ്ട്. ഓക്കെ, സോ അത് നമ്മൾ കറക്റ്റ് മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കണം. സോ അതെങ്ങനെയാണ് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്യും. ഓക്കെ, നമ്മൾ ഓരോ മെത്തേഡ് മാറി പോയി നിങ്ങൾ പല ആൾക്കാരും പല മെത്തേഡ്സും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടിക്കാണില്ല. അല്ലെങ്കിൽ ചില ആൾക്കാർ ചിലപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടാകും, ഇതാണ് എനിക്ക് ഹോപ്പനോപ്പൻ എനിക്ക് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ റേക്കി എനിക്ക് കണക്റ്റഡ് ആണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് അങ്ങനെ ഫീലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല നമുക്ക് എത്ര ഹീൽ ചെയ്യാനുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കോഴ്സുകളിലൊക്കെ നമ്മുടെ ട്രോമ അല്ലെങ്കിൽ നമ്മുടെ വൂണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ ബ്ലോക്കിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് വി ഷുഡ് കീപ്പ് ഓൺ പ്രാക്ടീസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സെഷനും കൂടി മതിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസും കൂടി മതിയായിരിക്കാം നിങ്ങൾക്കത് ഹീൽ ചെയ്യാൻ. പക്ഷേ നമ്മളപ്പോൾ പല ആൾക്കാരും സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. കാരണം നിങ്ങൾ ചിലപ്പോൾ 1 കൊല്ലം 2 കൊല്ലമൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ 1 മാസം കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയും കൊണ്ട് ഹീലായിപ്പെടും. അത് നമുക്ക് അറിയില്ല എത്ര. പക്ഷേ ഒരു മെത്തേഡ് നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്, നമ്മൾ കൺവിൻസ്ഡ് ആണ് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലൊരു ഫീലിംഗ് ആണ് ഇതെനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ, അത് തന്നെ നിങ്ങൾ പിടിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഡെഫിനറ്റ്ലി നിങ്ങളവിടെ എത്തിയിരിക്കും. ഓക്കെ, സോ ഇത് 3 ഹീലിങ്ങിലെ ഐ വുഡ് സേ ബേസിക് പില്ലേഴ്സ്. അതായത് ഫസ്റ്റ്, നിങ്ങൾ റെഡിയാണ്, നിങ്ങൾക്ക് തന്നെ തോന്നണം. നിങ്ങൾ വേറെ ആൾക്കാരെ ഹീൽ ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട് പോയി, എൻ്റെ ഫാമിലി മെമ്പർ പോയി, അതുകൊണ്ട് ഞാനും ചെയ്യാം എന്ന് പറഞ്ഞ് പോയിട്ട് അത് വർക്കാകില്ല. നിങ്ങൾക്ക് സ്വയം തോന്നണം, നിങ്ങൾക്കൊരു കണക്ഷൻ തോന്നണം. ഓക്കെ, അതൊന്ന്. സെക്കൻഡ് തിങ്, നിങ്ങൾക്ക് കണ്ടുപിടിക്കണം എന്താണ് ബ്ലോക്ക് എന്ന്. അതിനാണ് നിങ്ങൾക്ക് പല കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും, അതിനെല്ലാം ഹെൽപ്പ് ചെയ്യും നിങ്ങൾ. അത് സെക്കൻഡ്. തേർഡ്, നിങ്ങളുടെ മെത്തേഡ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതും ചിലപ്പോൾ ട്രയൽ ആൻഡ് എറർ ചെയ്യേണ്ടി വരും. അത് മിക്കവാറും ട്രയൽ ആൻഡ് എറർ തന്നെയാണ്. നിങ്ങൾ ഏത് മെത്തേഡ് നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ ഓരോ മെത്തേഡ് ട്രൈ ചെയ്യുമ്പോൾ ഈ മെത്തേഡ് എനിക്ക് പവർഫുള്ളായി തോന്നുന്നു, എനിക്കൊരു കണക്ഷനായി തോന്നും. റിസൾട്ട്സ് കിട്ടിയിട്ടാകില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്കൊരു ഉള്ളിലൊരു ഫീലിംഗ്, ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയില്ലേ, അത് നമ്മുടെ സോളിൻ്റെ ഫീലിംഗ് ആണ്. ആ ഫീലിംഗ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ മെത്തേഡ് പിന്നെ അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. പിന്നെ നമ്മൾ ചാടാതിരിക്കുക. കാരണം നമ്മൾ പല ആൾക്കാരും കണ്ടിട്ട് കുറച്ച് ദിവസം ഈ മെത്തേഡ്, പിന്നെ മറ്റേ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യും. പക്ഷേ നിങ്ങൾ ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ഈ മെത്തേഡ് വിടരുത്. ഇത് വിട്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് പാരലി പ്രാക്ടീസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു കണക്ഷൻ തോന്നുന്ന മെത്തേഡ് ഒരിക്കലും നിങ്ങൾ വിടരുത് റിസൾട്ട്സ് കിട്ടുന്നവരെ. ഓക്കെ, സോ അത് നിങ്ങൾ കൺസിസ്റ്റൻ്റായി പ്രാക്ടീസ് ചെയ്യുക ആൻഡ് ഡെഫിനറ്റ്ലി റിസൾട്ട്സ് കിട്ടും. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ഹീലിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇനി വരും വീഡിയോകളിൽ ഞാൻ പറയുന്നുണ്ടാവും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കുറച്ച് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുക. ആൻഡ് ഞാൻ ഉടനെ തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവും. ടിൽ ദെൻ ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി, ഹീൽ യുവർ സെൽഫ് ഫസ്റ്റ് ആൻഡ് ഹീൽ ദ വേൾഡ്.